നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം കൗസല്യാ സുപ്രജാ രാമ. നിങ്ങൾ തരുന്ന ഓരോ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓരോ കമന്റും ഒക്കെ എനിക്ക് വളരെ വലിയൊരു പ്രോത്സാഹനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ താങ്ക് യു. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം കൗസല്യാ സുപ്രജാ രാമ. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? അങ്ങോട്ട് കിടന്നതേ ഓർമ്മയുള്ളൂ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ നേരം വെളുത്തേ? അടുക്കളയിൽ പോയി ചായ കുടിച്ചിട്ട് വന്നിട്ട് കാത്തൂനെ വിളിച്ച് എഴുന്നേപ്പിക്കാം. പാവം കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. ഓഹോ, ഇതുവരെ എഴുന്നേറ്റില്ലല്ലേ? കാത്തു മോളെ എഴുന്നേക്ക്, നമുക്ക് ഇന്നല്ലേ പോകേണ്ടത്. ഗുഡ് മോർണിംഗ് കല്ലി ചേച്ചി. ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അല്ല, ഞാൻ ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴും നീ എഴുന്നേറ്റല്ല. സ്കൂളിൽ പോകേണ്ട ദിവസം ആകാനാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 10-12 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞല്ലേ നീ എഴുന്നേക്കാറുള്ളൂ. പെണ്ണ് വളർന്ന് വളർന്ന് ഉള്ള അടവ് മൊത്തം പഠിച്ചിട്ടാണല്ലേ വരുന്നേ. ആയിക്കോട്ടെ, എന്നാ പോയി മോള് പല്ലൊക്കെ തേക്ക്, എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വാ. നമുക്ക് പെട്ടെന്ന് ഇറങ്ങണ്ടേ? ഇപ്പൊ സമയം 4:15. 5 മണിയാകുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. ചേച്ചി പോയി കിച്ചേട്ടനും കണ്ണേട്ടനൊക്കെ എഴുന്നേറ്റ് നോക്ക കേട്ടോ. പിന്നെ സ്കൂളിൽ പോകുമ്പോ എന്തിനാ നേരത്തെ എഴുന്നേക്കുന്നത്? ആ പോകേണ്ട സമയത്ത് അങ്ങ് എഴുന്നേറ്റാ പോരെ. ഇതതുപോലെയല്ലോ, മാമിയുടെ വീട്ടിലോട്ടല്ലേ പോകുന്നേ. എനിക്ക് എന്ത് ഇഷ്ടമാണ് പോവാൻ. ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചിരുന്നു അങ്ങോട്ട് പോവാനായിട്ട്. ഇപ്പോഴാണ് സാധിക്കുന്നത്. അതിന്റെ ഒരു ത്രില്ലിലായിരുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ കല്ലിച്ചേച്ചിന്റെ ഒടുക്കത്തൊരു കൂർക്കം വലി, ഉറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ കല്ലിച്ചേച്ചിയുടെ കൂടെ കിടന്നിട്ട്. ദേ പെണ്ണെ, ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നല്ലത്. ഞാനങ്ങും കൂർക്കാൻ വലിക്കാറൊന്നുമില്ല കേട്ടോ. കല്ലിച്ചേച്ചി കൂർക്കാൻ വലിക്കില്ലെന്ന് കല്ലിച്ചേച്ചിയാണ് തീരുമാനിക്കുന്നത്. ഷെടാ, ഇത് കൊള്ളാലോ. ഞാൻ ഇനിയേ കല്ലിച്ചേച്ചി കൂർക്കാൻ വലിക്കുന്നത് അമ്മയുടെ ഫോൺ എടുത്തോണ്ട് വന്നിട്ട് റെക്കോർഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇതിനെ വിശ്വസിക്കാലോ. ഓഡിയോ മാത്രമല്ല വീഡിയോയും വേണം. നിന്നെ അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇക്കാര്യത്തില്. നീ തന്നെ കൂർക്കാൻ വലിച്ചിട്ട് അതെന്റെ കൂർക്കാൻ വലിയാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊണ്ട് എന്നെ കേൾപ്പിക്കും. അമ്പടിപ്പുളിസു, നിന്റെ അടവൊന്നും എന്റെ അടുക്ക് നടക്കില്ല കേട്ടോ. എന്തൊക്കെ വന്നാലും നിന്റെ ചേച്ചിയല്ലേ ഞാൻ. ഞാൻ നടക്കിക്കാറില്ലേ. വളർന്ന് വളർന്ന് വരുന്നോറും കൂറുമ്പിന്റെ ഉസ്താദായിട്ട് വരുക. ഏറ്റവും ഇളയതല്ലേന്ന് ഓർത്ത് എല്ലാരും പുന്നാരിപ്പിച്ച് ഈ ഒരു വഴിക്കാക്കിയതാ കൊച്ചിനെ. സാരമില്ല, ശരിയായിക്കോളും. ഇതിന്റെ അപ്പുറം കുർത്തം കെട്ടതായിരുന്നല്ലോ ഞാൻ. ഇപ്പോഴല്ലേ ഞാനൊരു പൊടിക്കൊക്കെ ഒതുങ്ങിയത്. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓ, ഈ സമൂഹത്തിന്റെ അധപ്പതനം ഇതെങ്ങോട്ടാ? ആ കല്ലു, ഇതെന്നാ നേരത്തെ എഴുന്നേറ്റത്? കൊള്ളാം. രാവിലെ പത്രം കിട്ടിയപ്പോ എല്ലാം മറന്നു കിച്ചേട്ടൻ. കിച്ചേട്ടാ, നമ്മൾ ഇന്നല്ലേ മാമിയുടെ വീട്ടിൽ പോകുന്നേ? 5 മണിയാകുമ്പോ പോകണ്ടേ? ഓ എന്റെ പൊട്ടിക്കാളി, രാവിലെ 5 മണിന്നല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. വൈകുന്നേരം 5 മണിക്ക് പോവാന്നാ പറഞ്ഞത്. അല്ല, കിച്ചേട്ടന് തെറ്റിയതാ. അവര് രാവിലെ തന്നെയെന്നാ പറഞ്ഞത്. ആണോ? ഷെടാ, എന്നാ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. കല്ലു, നീ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ലേ ഇന്ന്? എനിക്കെന്തോ ഇന്ന് മൂടില്ല ന്യൂസ് പേപ്പർ വായിക്കാനൊന്നും. കിച്ചേട്ടൻ എന്തായാലും വായിച്ചല്ലോ. പ്രധാന വാർത്തകൾ എന്താന്ന് കിച്ചേട്ടൻ പറഞ്ഞു തന്നാ മതി എനിക്ക്. അതൊന്നും പറ്റത്തൊന്നുമില്ല. നീ എന്തായാലും റെഡി ആയിട്ട് നിൽക്കുമല്ലേ? നീ അച്ഛനും അമ്മയും റെഡി ആയിട്ട് വന്നവര് ഇവിടെ ഒന്ന് ന്യൂസ് പേപ്പർ വായിക്കുക. എല്ലാ ദിവസവും പത്രം വായിക്കുന്നതേ ഒരു നല്ല കാര്യം തന്നെയാ. എന്തെല്ലാം ലോകത്ത് നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ? വെറുതെ രാവിലെ എണീക്കുക, ഭക്ഷണം കഴിക്കുക, നമ്മുടെ ഓരോ ദിനചര്യകളിൽ പോകുക, അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമല്ലേ വല്ല കാര്യമുള്ളൂ. ഇനി പഠിച്ച് വലിയ ആളൊക്കെ ആകുമ്പോഴത്തേക്കും PSC ഒക്കെ എഴുതി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ജനറൽ നോളജ് അത്യാവശ്യമൊക്കെ വേണം. അതിപ്പോഴേ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ശീലമാക്കി കഴിഞ്ഞാലേ കിട്ടുള്ളൂ കേട്ടോ.
ഓ എന്റെ പൊന്നോ, പ്രഭാഷണം വേണ്ടേ? ഞാൻ വായിച്ചോളാം. കിച്ചേട്ടൻ പോയി റെഡി ആവാൻ നോക്ക്. ആ ശരി ശരി. ആ കല്ലു, നീ റെഡി ആയി കഴിഞ്ഞോ? ദേ അവിടുന്ന് അങ്കിള് വന്നിട്ടുണ്ട് കൂട്ടാനായിട്ട് കേട്ടോ. മോളൊന്ന് പുറത്തേ അങ്കിളിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ കേട്ടോ, പുറത്ത് പോയിട്ട്. ആ ശരി അമ്മ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചക്കരേ. ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് സാധനമൊക്കെ ഒതുക്കാറുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ. ഓ എന്റെ പൊന്നേ വേണ്ട, ഒരു മിനിറ്റിൽ ചെയ്യാനുള്ളത് ഞാൻ ഒരു മണിക്കൂർ എടുത്തിട്ട് ചെയ്യാനാണോ? വേണ്ട കേട്ടോ, തൽക്കാലം വേണ്ട. മോള് വലുതാകുമ്പോൾ അമ്മ വിളിച്ചോളാം മോളെ. അപ്പൊ മോളമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതിയേ. ഇതിന്റെ സീക്രട്ട് അമ്മയ്ക്ക് അറിയില്ല. കുഞ്ഞിലെ നിറയെ ജോലികളൊക്കെ ചെയ്യുന്ന കുട്ടികളെ വലുതായി വരുമ്പോ ഒന്നും ചെയ്യില്ല, മടിച്ചയാളായി പോകുന്നൊക്കെ പറഞ്ഞത്. ആര് പറഞ്ഞങ്ങനെ? ഞാൻ കുഞ്ഞിലേ നന്നായിട്ട് ജോലി ചെയ്യുമായിരുന്നു, ഇപ്പോഴും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ വേറെ പണിയില്ലാത്തോണ്ടാ നിന്നെയൊക്കെ ഇങ്ങനെ പൊന്നു പോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണത്. അമ്മമാർക്ക് മാത്രമല്ല കടമകള്, മക്കൾക്കും ഉണ്ട്. ആ ശരി ശരി, ഞാനേ അടുക്കളയിലോട്ട് പോവാണ് കേട്ടോ, തർക്കിച്ച് നിൽക്കുന്നില്ല. കാത്തു, ഞാൻ അറിയാൻ വയ്യാത്ത കൊണ്ട് ചോദിക്കുന്നു, എനിക്കൊരു ദിവസമെങ്കിലും അമ്മയുടെ ആയിരിക്കണം കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലേ കൊച്ചേ? ഇതൊക്കെ ഒരു മനസ്സുഖം, അല്ലാണ്ട് എന്താ? എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? ഇത്ര പെട്ടെന്ന് റെഡി ആയിട്ട് വന്നോ? ഞാൻ ഇവിടെ നിൽക്കേ, അങ്കിള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്കിളിനെ വിളിച്ചോണ്ട് വരാൻ കേട്ടോ ഇങ്ങോട്ട്. ആ ശരി കല്ലു. കാത്തു ഇങ്ങോട്ട് വന്നേ, ചേട്ടനൊരു കാര്യം പറയട്ടെ. ഏട്ടനറിയാം മോക്ക് അങ്ങോട്ട് പോകുന്നത് വളരെ ഇഷ്ടമാണെന്നൊക്കെ, പക്ഷെ അവിടെ ചെന്ന് ആരെയും കൊണ്ട് കുറ്റം പറയിപ്പിക്കാനുള്ള ഒരു അവസരം മോളായിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അറിയാലോ നമ്മൾ ഈ വീട്ടിൽ ആരാണെന്ന്. ആ ഒരു സ്ഥാനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അവരിലും വലിയ സ്ഥാനത്ത് നമ്മൾ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പലതും ഇവർ നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥാനം അറിഞ്ഞ് മനസ്സിലാക്കി നിന്നാൽ മതി കേട്ടോ. ആ പറഞ്ഞു തന്ന് എപ്പോഴും നിന്റെ പുറകെ നടക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ചിലതൊക്കെ നീയും അറിഞ്ഞും കണ്ടും ചെയ്യേണ്ട പ്രായം അതൊക്കെയായി. 1-ാം ക്ലാസ്സിലായില്ലേ ഇപ്പോൾ? അപ്പോൾ അതിൻ്റെതായ പക്വതയൊക്കെ കാണിക്കണം. ഗുഡ് മോർണിംഗ് എന്റെ പ്രിയ പടനായകന് 1000 ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ തുടങ്ങിയോ എന്നെ വെക്കിട്ട് കയറാനായിട്ട്? ഇതൊക്കെ അല്ലേ കണ്ണേട്ടാ ഒരു സുഖമുള്ള കാര്യമൊക്കെ. എന്നാലേ ഇതെനിക്ക് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഓ എന്നാ ഞാൻ കുറയ്ക്കാം. കുറയ്ക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ശരി ശരി. എന്തിനാ പിള്ളേരെ 24 മണിക്കൂർ ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കി നടക്കുന്നേ? അതൊക്കെയല്ലേ ഒരു സുഖം. ഇനി കുറെ നാളെ കഴിയുമ്പോ ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു സുഖം രസമൊക്കെ വേണ്ടേ? ആ അത് ശരിയാ. അല്ല കല്ലു അങ്കിളിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് കുറേ നേരം ആയല്ലോ, കണ്ടില്ലല്ലോ ഇതുവരെയിട്ടും. ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ, ഗുഡ് മോർണിംഗ് കുട്ടിപ്പട്ടാളംസ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. കല്ലു എന്തേ അങ്കിളെ? അവളവിടെ പുറത്തു നിന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക. ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട്. ഓ ഈ കുട്ടിപ്പട്ടാളംസ് എല്ലാം കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ പെട്ട രീതിക്കാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് തന്നെ അവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. ഓ ഇപ്രാവശ്യം വരുന്നുണ്ടല്ലോ, എങ്ങനെങ്കിലും ഇവരുടെ വരവ് മുടക്കിയേ പറ്റൂ. അങ്കിൾ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. നിങ്ങളെന്തായാലും റെഡി ആയില്ലേ? ഇനി എന്തായാലും ചേച്ചിയും ചേട്ടനൊക്കെ വരാൻ ഒത്തിരി താമസിക്കുമല്ലോ. അങ്കിൾ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ? ആ ഈ കഥ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. അതും നമ്മളിപ്പോൾ പോകാൻ പോകുന്ന വീടിൻ്റെ 2 വീടിനപ്പുറം നടന്നൊരു സംഭവമാണ് ഇത്. നിങ്ങളിത് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ മക്കളെ. ഈ കഥയുടെ പേര് മാളവിക എന്നാണ് കേട്ടോ. മാളവിക എന്നൊരു പെൺകുട്ടീനെ കുറിച്ചുള്ളൊരു കഥയാണ് കേട്ടോ ഇത്.
വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ലവ് യു ഉമ്മ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ.